ഭാഷ കവിതയാണെന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് കവിത എന്ന രൂപം സാധ്യമായിട്ടുള്ളത്. ജീവിതം ഒരു കഥയാണെന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് കഥ എന്ന് പറയുന്ന രൂപം സജീവമായത്. ജീവിതം സൂക്ഷ്മമായി പറഞ്ഞാൽ ഒരു നാടകമാണ് എന്ന് തിരിച്ചറിയുകയാണ് ഒരു നാടകകാരൻ ചെയ്യുന്നത്. ജീവിതത്തിൻ്റെ മേൽ എന്തെങ്കിലും ആരോപിക്കുകയല്ല, എന്തെങ്കിലും സൃഷ്ടിക്കുകയല്ല, മറിച്ച് അതിൻ്റെ തനത് ഭാവം തന്നെ എത്ര ഗാഢമായ ഒരു നാടകമാണ് എന്ന സാക്ഷാത്കാരമാണ് അതിൽ സംഭവിക്കുന്നത്. എമിലിൻ്റെ ഈ നാടകം ഒരു ശവസംസ്കാര കർമ്മം നടക്കുക. ഈ ശവസംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഓരോരോ ചടങ്ങിലും സംഭവിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം വളരെ കാലം എടുത്ത് ആരോ സംവിധാനം ചെയ്ത ഒരു രംഗം പോലെ നമുക്ക് തോന്നും. അങ്ങനെ ഒരു നാടക രംഗം നമുക്കതിൽ വല്ലാതെ ഫീൽ ചെയ്യും. അതിലെ ഈ നാടകീയതയെ അല്ലെങ്കിൽ അതിലെ ഈ നാടകഭാവത്തെ സൂക്ഷ്മമായി ആവിഷ്കരിക്കുന്ന ഒരു നാടകമാണ് എമിലിൻ്റെ ഈ നാടകം. അപ്പോൾ അതിൽ പങ്കെടുക്കുന്നവരൊക്കെ വാസ്തവത്തിൽ ഒരു ശവ അടിയന്തരത്തിൽ അല്ലെങ്കിൽ ശവസംസ്കാര കർമ്മത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ പോലെ വളരെ വ്യത്യാസമാണ്. ബാക്കി ഏതെങ്കിലും ഒരു കർമ്മത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ പോലെ അല്ല ശവസംസ്കാരത്തിൽ പങ്കെടുക്കുന്ന ഒരാൾ. അയാളുടെ മരണത്തെ അഭിമുഖീകരിക്കുന്നുണ്ട്. ആദ്യമായി മറ്റൊരാളുടെ മരണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരാൾ തത്വചിന്തകനായിട്ട് മാറുന്നത് ഏത് മനുഷ്യൻ. അതുപോലെ ഈ ശവസംസ്കാരം പങ്കെടുക്കുന്ന ആളുകളൊക്കെ യഥാർത്ഥത്തിൽ അവനവൻ്റെ ശവസംസ്കാരത്തിൽ കൂടിയാണ് പങ്കെടുക്കുന്നത്. ഇയാളിലൂടെ നമ്മുടെ ഒരു അവസ്ഥ തന്നെയാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തെ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തുകയാണ് ഈ നാടകത്തിൽ ചെയ്യുന്നത്. അപ്പോൾ അതിലെ ഓരോ കർമ്മങ്ങളും കഴിയുമ്പോഴും അത് നമ്മളെ ഒരു ഭയത്തോളം എത്തിക്കുന്ന, വല്ലാത്ത ഒരു ഏകാന്തതയുടെ സമീപത്തെത്തിക്കുന്ന, മരണത്തിൻ്റെ വലിയ ഒരു സാന്നിധ്യത്തിലെത്തിക്കുന്ന വിധത്തിലാണ് ഈ നാടകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ നാടകത്തിൽ ഓരോ രംഗവും കഴിഞ്ഞ് അവസാനം നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ഒരു ശവപേടകത്തിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ നമ്മളുടെ മേലിങ്ങനെ ഈ മണ്ണും പിന്നെയൊക്കെ എടുത്തിടുന്ന സമയത്തൊക്കെ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു ഭാവം എവിടെ നിന്നാണ് ഇയാൾ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ ഏതോ ഒരു മരണം വീട്ടിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്. ഈ വന്നിരിക്കുന്ന ആളുടെ മരണം കൂടിയാണല്ലോ ഇത്. ഭയങ്കര റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള വളരെ പ്രതീകാത്മകമായിട്ടുള്ള സംഭവങ്ങളാണ് മരണ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. എല്ലാം പ്രതീകാത്മകമാണ്. അവിടെ ഒരു പട്ടി കടന്നു വന്നാൽ, ഒരു പൂച്ച കിടക്കുന്നുണ്ടെങ്കിൽ, അവിടുത്തെ വീടിൽ പാതിയാണ് വാതിൽ തുറന്നു വെച്ചിരിക്കുന്നത് എങ്കിൽ അതെല്ലാം മീനിങ്ഫുള്ളായിത്തീരും. ഇങ്ങനെ ഒരു മരണ വീട്ടിലെ എല്ലാ കാഴ്ചകളും ഹൃദയാലുവായ ഒരാളെ സംബന്ധിച്ച് വളരെ മീനിങ്ഫുള്ളാണ്. ഈ മീനിങ്ഫുൾനെസ് ഉപയോഗപ്പെടുത്തുകയാണ് എമിൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ നാടകം എനിക്ക് വളരെ വളരെ സവിശേഷമായി തോന്നിയതിൻ്റെ ഒരു കാരണം ഈ അവസ്ഥയെ മനോഹരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതിലൂടെ ജീവിതം എന്ന് പറയുന്ന ഈ നാടകത്തെ തന്നെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. മരണമാണ് എല്ലാ കലകളുടെയും കാരണം. മരണമാണ് തത്വചിന്തയുടെ കാരണം. മരണമില്ലായിരുന്നുവെങ്കിൽ, മരണത്തെക്കുറിച്ചുള്ള അവബോധം എവിടെയോ കിട്ടിയില്ലായിരുന്നു മനുഷ്യന് എങ്കിൽ ലോകത്തിൽ കല സാധ്യമേ ആകുമായിരുന്നില്ല. ഈ ഒരു അപൂർണത, ഈ ഒരു മനുഷ്യൻ്റെ നിവൃത്തിയില്ലായ്മ നല്ലതുപോലെ ഈ നാടകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മരണരംഗം ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മളെക്കുറിച്ചിട്ടുള്ള ഒരു വളരെ സങ്കടകരമോ അത് തന്നെ ശക്തിയുമാണ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഈ ഒരു വലിയ ലിമിറ്റേഷൻ. അതുകൊണ്ട് മനുഷ്യനെ മർത്യമെന്ന് പറയണമെന്ന് പറഞ്ഞ് ഞാൻ എഴുതിയിട്ടൊക്കെ ഉണ്ട് ഒരിക്കലും. ഏതായാലും ഈ മർത്യൻ്റെ ഒരു അവസ്ഥയെ വളരെ ആഴത്തിൽ സൂക്ഷ്മമായി അനുഭവൈക വേദ്യമായി എന്ന് പറയണം. നാടകം ഒരു കാഴ്ചക്കാരൻ്റെതാണ്.
അല്ലാതെ ഈ കാഴ്ചക്കാരനും ഈ എക്സ്പീരിയൻസും തമ്മിൽ അകലമുണ്ട്. ആ അകലം പരമാവധി ഇല്ലാതെ ഇത് അനുഭവിക്കുകയാണ്. ഓരോ ആളും നാടക അഭിനേതാക്കളാകുന്നു. ഓരോ ആളും ഈ ജീവിത സന്ദർഭത്തിലൂടെ കടന്നു പോകുന്നു. അങ്ങനെ കടന്നു പോകുന്ന ഒരാളിലുണ്ടാകുന്ന പരിണാമമാണ് ഈ നാടകത്തിൻ്റെ ഫലം. ആ അർത്ഥത്തിലൊക്കെ ഇത് തികച്ചും മലയാളത്തിലെ ഒരു പുതിയ പരീക്ഷണമാണ്. അങ്ങനെ മരണത്തെ ഇങ്ങനെ ഓരോരുത്തരുടെയും മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, എന്നാൽ നാം മനഃപൂർവ്വം മറന്നു കളഞ്ഞിരിക്കുന്ന ഈ മരണത്തെ അഭിമുഖമായി കാണുന്ന ഒരു സന്ദർഭം ആയി ഈ നാടകം മാറുകയും